നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിനോദസഞ്ചാര രംഗത്തെ വലിയ മാറ്റങ്ങളിൽ ഒന്നായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ വരവ്. പ്രായഭേദമന്യേ കടലിലിറങ്ങി ചെല്ലാനും തിരയുടെ ശക്തിക്കനുസരിച്ച് ആടിയുലയുന്ന പാലത്തിൽ നിന്ന് ആസ്വദിക്കാനുമായി തയ്യാറാക്കിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സഞ്ചാരികൾ വളരെ വേഗത്തിൽ ഏറ്റെടുക്കുകയും ചെയ്തു. ബീച്ച് ടൂറിസത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആയിരക്കണക്കിന് സഞ്ചാരികളെയാണ് ആകർഷിച്ചത്. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളിലെ അപകടങ്ങൾ ഇപ്പോൾ തുടർക്കഥകളാവുകയാണ്. തൃശ്ശൂരിലെ ചാവക്കാടും തിരുവനന്തപുരത്തെ പാപനാശം ബീച്ചിലും ഇപ്പോൾ കണ്ണൂർ മുഴുപ്പിലങ്ങാട് ബീച്ചിലുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ അപകടത്തിൽപ്പെട്ടത്. ഇതിൽ വർക്കല ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം ചാവക്കാട്ടെയും മുഴുപ്പിലങ്ങാട് ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും അപകടത്തിൽ ആർക്കും പരിക്കില്ല. കടലാക്രമണത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകരാതിരിക്കാൻ അതിന്റെ ഭാഗങ്ങൾ അഴിച്ചുവെക്കുകയായിരുന്നു എന്നാണ് DTPCയുടെ വിശദീകരണം. എന്നാൽ ശക്തമായി തിരയടിച്ചപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പല ഭാഗങ്ങളും വേർപെട്ടു പോവുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നിട്ടില്ല എന്നും ഉയർന്ന തിരമാലയുടെ ജാഗ്രതാ നിർദ്ദേശമുള്ളതിനാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അഴിച്ചുമാറ്റാൻ തീരുമാനിച്ചിരുന്നുവെന്നും പിന്നീട് ശക്തമായി തിരയടിച്ചതിനാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഒരു ഭാഗം വേർപെട്ട് കടലിലേക്ക് ഒഴുകുകയായിരുന്നു എന്നാണ് വിശദീകരണം. സഞ്ചാരികൾ ഉണ്ടായിരുന്നുവെങ്കിലും പൊതുവെയുള്ള തിരക്ക് ഇല്ലാത്തതിനാൽ അപകടം ഒഴിവാകുകയായിരുന്നു. എന്നാൽ വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്നാണ് അപകടമുണ്ടായത്. അനുവദനീയമായതിലുമധികം ആളുകൾ കയറുകയും തിരയടിച്ച് ബ്രിഡ്ജ് മറിഞ്ഞുവെന്നാണ്. തുടർന്ന് പാലത്തിന്റെ പകുതിയോളം തകരുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്.